ടു കോമേഴ്സ് ഫാമിലി. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് വെയിറ്റ് ചെയ്ത നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ഡേറ്റുകൾ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലാസ്റ്റ് ക്രിസ്മസ് എക്സാം ആണ്. ഇനി ഇങ്ങനെ ഒരു ചാൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങളുടെ സ്കൂളിംഗ് ഇറ ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡേറ്റുകൾ നോക്കാം. 15-ാം തീയതി നമ്മുടെ ഡിസംബർ 15-നാണ് നിങ്ങളുടെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ +1 ജൂനിയേഴ്സിനും നിങ്ങൾക്കും ഒരേ സമയത്ത് തന്നെയാണ് എക്സാംസ് ഉള്ളത്. അപ്പം ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് അക്കൗണ്ടൻസി ഉണ്ട്. അപ്പോൾ അക്കൗണ്ടൻസി പാടുള്ള കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. 16-ാം തീയതി മൺഡേ തുടങ്ങിയാൽ സാറ്റർഡേ വരെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് എക്സാം ആണ്. അതുകൊണ്ട് ഡേറ്റുകളൊക്കെ മാറിപ്പോകാതെ എഴുതി വെക്കുക. ഓപ്ഷണൽ സബ്ജക്ട്സ് ഒക്കെ എടുത്ത കുഞ്ഞുങ്ങൾ ഡേറ്റ് കൃത്യമായിട്ട് നോക്കിയിട്ടേ പോകാവുള്ളൂ. 16-ന് അതായത് ട്യൂസ്ഡേ നമുക്ക് ഓപ്ഷണൽ സബ്ജക്ട്സ് ആണ് വരുന്നത്. 17-നും നമുക്ക് ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ് വരുന്നത്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും പൊളിറ്റിക്കൽ സയൻസും. 18-നും മാത്തമാറ്റിക്സ് എടുത്ത കുഞ്ഞുങ്ങൾക്ക് മാത്സിൻ്റെ എക്സാം കാണും. 19-ന് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ എക്സാം ഉണ്ട്. 20-ന് നമുക്ക് പാർട്ട് 2 ലാംഗ്വേജ് ഉണ്ട്. 22nd അതായത് 21ന് നിങ്ങൾക്ക് സൺഡേ ആയതുകൊണ്ട് ഒരു അവധിയുണ്ട്. 22nd നിങ്ങൾക്ക് ബിസിനസ് സ്റ്റഡീസ്, മിസ്സിൻ്റെ സബ്ജക്റ്റ് ആണ്, ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാം ആണ്. 23ന് നമുക്ക് എക്കണോമിക്സിൻ്റെ എക്സാം ആണ്. അപ്പം ഈ എക്കണോമിക്സിൻ്റെ എക്സാം കൊണ്ട് അവിടെ തീർന്നു. അതായത് ഡിസംബറിലെ പരീക്ഷ തീരുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവധിയൊക്കെ കഴിഞ്ഞ്, ക്രിസ്മസ് അവധിയൊക്കെ ഉണ്ടല്ലോ, 10 ദിവസത്തെ അവധിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ച് ജാനുവരിയിൽ ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ച് 6-ാം തീയതി നിങ്ങൾ തിരിച്ചു വരുമ്പോൾ 6-ാം തീയതി നിങ്ങൾക്ക് എക്സാം ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റി എടുത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ എക്സാം ഉണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ഡേറ്റുകളൊക്കെ നോട്ട് ചെയ്യുക. ഇതിനനുസരിച്ച് നിങ്ങൾ ഓരോ ടൈം ടേബിൾ സ്കെഡ്യൂൾ ചെയ്യുക. അപ്പം എല്ലാവരും വളരെ അടിപൊളിയായിട്ട് പഠിക്കുക. കാരണം ഈ ഒരു എക്സാം നന്നായിട്ട് പഠിക്കുവാണെങ്കിൽ മോഡൽ എക്സാമിന് നിങ്ങൾക്ക് കുറച്ചും കൂടെ റിവിഷൻ ടൈം കിട്ടും. ഇപ്പം തന്നെ ഒരു 80-85% ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് നന്നായിട്ട് ഇപ്പോൾ പഠിക്കുവാണെങ്കിൽ മോഡൽ എക്സാം ഒരു മെയിൻ എക്സാം പോലെ തന്നെ നിങ്ങൾക്ക് പോയി എഴുതാനായിട്ട് പറ്റും. അതിലൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഫെമിലിയർ ആവാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് മെയിൻ എക്സാമിന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാനായിട്ട് പറ്റും. അതല്ലാതെ പ്രിപ്പയർ ചെയ്യാതെ പോവുകയാണെങ്കിൽ അതിന് യൂസ് വരില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴേ നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓണപരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരു സെക്കൻഡ് ചാൻസ് ആണ്. നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക. അപ്പം നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ ഇപ്പോൾ ക്ലാസ്സസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ എക്സാമിൻ്റെ സമയമാകുമ്പോഴും നമ്മൾ എക്സ്ട്രാ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ തരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതുവരെ ഈ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സുകളിൽ വെച്ച് കാണാം. ബൈ.